3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും. ഇതിൽ 2 ഐറ്റം ഉണ്ട്. ഇതിൻ്റെ ഡൂബിളി ഉണ്ട്, ഒറിജിനലും ഉണ്ട്. കേരവൃക്ഷം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായ്ക്കണം എന്നുണ്ടെങ്കിലും നല്ല തേങ്ങയും വെളിച്ചെണ്ണക്കും അരക്കാനും ആട്ടാനും ഒക്കെ പറ്റുന്ന ഒരു വെറൈറ്റി തേങ്ങയാണ് സ്വന്തം നമ്മളെ തേങ്ങ. അതായത് ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ തേങ്ങ. റിസൾട്ട് ഓക്കെയാണ്. ആ റിസൾട്ട് ഓക്കെയാണ്. നാടൻ തെങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ 8, 10, 11, 12 വർഷമൊക്കെ എടുക്കും ശരിക്കും കായ്ക്കണമെങ്കിൽ. 10 വർഷം, 5 വർഷം, 8 വർഷമൊക്കെ എടുക്കണമുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ 3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും. അതാണ് ഇതിന് പ്രത്യേകത. ഇതിന് കുത്തല് കേടുവരില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ചെള്ളുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ 4 മാസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് മരുന്ന് അടിച്ചു കൊടുക്കണം. എന്ത് മരുന്ന് അടിക്കാൻ നല്ലത് ഏറ്റവും? അതിൽ പിന്നെ ഏത് മരുന്ന് ടാറ്റാഫെന് പറ്റും, അല്ലെങ്കിൽ എസ്ഫെന് പറ്റും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മരുന്ന് ഇതിൽ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് അടിച്ച് അതിൻ്റെ പട്ട അടത്തി പിടിച്ചിട്ട് അതിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്മെല്ല് അതിൽ നിലനിൽക്കും. അപ്പോൾ പിന്നെ ഈ ചെള്ളുത്തിനെ വരും. ഞങ്ങളിപ്പോൾ ഇതായി തെങ്ങ് ഇതൊന്നുമില്ല, ഞങ്ങൾ വെച്ചിനൊക്കെ ഈ തെങ്ങ് തന്നെയാണ് ഗംഗാബോണ്ടത്തിൻ്റെ ഒറിജിനൽ. ഇതിൽ 2 ഐറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ 2 ഐറ്റം ഉണ്ട്. ഇതിൻ്റെ ഡൂബിളി ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അപ്പോൾ അധികം ഇപ്പോൾ കണ്ടുവരുന്നത് ഡൂബിളി ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളിതൊരു 13 വർഷം മുമ്പ് ഞങ്ങളിതിൻ്റെ ഒറിജിനൽ തേടി പിടിച്ചിട്ട് ഇതിനെ തൈ കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇതിന് എല്ലാ സമയത്തും തേങ്ങ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നാടൻ തെങ്ങ് ഒരു 3-4 പട്ട വന്നിട്ടേ ഒരു പൂക്കൊല വരുള്ളൂ. ഇതിൽ എല്ലാ പട്ടയിലും നിലക്ക് നോക്കി എല്ലാ പട്ടയിലും പൂക്കൊല വരും. അതാണ് ഇത് കുള്ളൻ തെങ്ങ് എന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് വലുതായി പോകില്ല. ഈ തെങ്ങ് 12 വർഷം കഴിഞ്ഞ്, ഈ തെങ്ങ് കായ്ച്ചിട്ട് 10 വർഷം കഴിഞ്ഞ്, 13 വർഷമായി നട്ടിട്ട് കായ്ച്ചിട്ട് 10 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഈ വൈറ്റേ ഉള്ളൂ. തേങ്ങ ഇടാൻ ആളെ തിരഞ്ഞെടുക്കണ്ട, സിമ്പിളായിട്ട് തോട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്ക്, തേങ്ങ കൊല അടക്കം വീട് എടുക്കുന്നതാ. ഞങ്ങളിത് തൈ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇടലില്ല തേങ്ങ അതിമന്ന്. ഇതാ എവിടെയൊക്കെ ഇവിടെയൊക്കെ നോക്കുക, തൈ ഉണ്ടായി നിൽക്കുന്നുണ്ടില്ലേ. ഇതൊക്കെ ഇവിടെ വീണിട്ട് മുളച്ചിട്ട് തയ്യായതാണ്. ഇതിൽ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വയ്യല്ലേ? ഇല്ല, ഇതിൽ കൂടുതൽ വിശ്വസിക്കാൻ വയ്യ. കാരണം ഇനി ഇതിമ ഒരു തേങ്ങ എടുത്തിട്ട് നമുക്കൊന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കാം. ഞാൻ ഉമ്മ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പൊളിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതിമ തന്നെ ഒരു തേങ്ങ എടുത്തിട്ട് ഇനിയിപ്പോൾ വേറെ എവിടെ നിന്നും കൊണ്ടുവരാന്ന് പറയണ്ട. നമ്മൾ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്ന ഒരു സാധനവും, ഈ ഫ്രൂട്ട്സ് തൈകളാണെങ്കിലും തേങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒന്നും എവിടുന്നെങ്കിലും എടുത്തു കൊടുത്തിട്ട് ഇത് ഞങ്ങളെ വീട്ടിൽ കാഴ്ചതാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല. ഞങ്ങളുടെ അടുത്തുള്ളത് മാത്രമാണ് ഞങ്ങളിത് നോക്കിയിട്ടാണ് വീഡിയോ. ഇത് തേങ്ങ പൊളിച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. മരിച്ചിട്ട് തേങ്ങൻ്റെ വലിപ്പം നോക്കാം. നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. ചകിരി കുറവായിരിക്കും, ചകിരി കുറവ്, വലിയ തേങ്ങയാണ്. എന്താ ഇജന്നെ നോക്ക്, അതിൽ കിട്ടിയ തേങ്ങൻ്റെ വലിപ്പമാണിത്. ഇത്ര വലിയ തേങ്ങ അത് കാണുമ്പോൾ അത്ര വലിപ്പം തോന്നൂല. ആ തേങ്ങ ഇതാ ഈ തേങ്ങൻ്റെ വലിപ്പം നോക്ക്. ഇതാ അതിൽ കാണുമ്പോൾ ഈ വലിപ്പം കാണൂല. ഇതാണ് ഗംഗാബോണ്ടം ഒറിജിനൽ. ഇതാണ് ഗംഗാബോണ്ടം ഒറിജിനൽ. സൈസ് ഇത് ഇത്ര വരും. ഇതിപ്പോ നമ്മളെ വെള്ളക്കെട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്കിത് പറ്റുമോ? എല്ലായിടത്തും പറ്റും. കുറച്ച് മണ്ണായിട്ട് തറട്ട് ഉയർത്തി വെച്ച് വെക്കണം. ഇനിയിപ്പോൾ നമുക്കിതാ ഇത് സൗണ്ട് കേൾക്കുമാവോ? ഉണ്ട്. ഇതിൽ വെള്ളമാണ് കിളിങ്ങണത്. ഇതാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ലൈവായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ തൈകൾ ഞങ്ങൾ ഇതേമാതിരിക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ ഒക്കെ ഉണ്ട് തൈകൾ. ഇതേമാതിരി ഇട്ടിട്ട് തൈകൾ ഉണ്ടാക്കി തൈകൾ കാണിച്ചു തരാം. അവിടെ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ തേങ്ങയിൽ കേമൻ അടിപൊളി കേമൻ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ വളരെ തൊലി കുറവ്. ഇതുണ്ടാ അതിന് പൊളിച്ച തേങ്ങയാണെന്ന് പറയാൻ പറ്റുമോ? വലിയ തേങ്ങ. ഞാൻ സത്യം പറഞ്ഞാൽ പുറംഭാഗം കണ്ടപ്പോൾ ഇത്രയും വലിയ തേങ്ങയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല, അത് മനസ്സിലാവാത്തത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക്. ഇത് പൊളിച്ച് കാണിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ തൈയാണ് ഇവിടെ ഗംഗാബോണ്ടത്തിൻ്റെ ഒറിജിനൽ തൈ അവിടെ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തരാം. ഇതാണ് കൊടുക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആളുകൾ പറഞ്ഞ് ഇളനീരിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ആ ഇളനീർ തേങ്ങ വേറെ ഉണ്ട്. ഇത് ഒറിജിനൽ ഗംഗാബോണ്ടം നാടൻ തേങ്ങയോട് തുല്യം. ഇതാ നാടൻ തേങ്ങയോട് തുല്യമുള്ള തേങ്ങ. ഇതാ ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. വാ ഇതാ ബിസ്മില്ല. ഒറ്റ കൊട്ടുന്നതിനത് പൊട്ടിയത് പൊട്ടി സത്യട്ടോ. ഇതാ മാഷ ഇങ്ങോട്ട് നോക്ക്. ഇതാണ് തേങ്ങ, ഒറിജിനൽ തേങ്ങ. കണ്ടില്ലേ? വെള്ളതാ അതിൽ വെള്ളം അതാ കുറച്ച് പുറത്തേക്കും പോയിക്കണ്. ഇതിൻ്റെ ഉള്ളിലെ കയമ്പ് കുറവാ കൂടുതലാച്ചെന്ന് പറഞ്ഞാ ഇത് എത്രയാണ് നമ്മളെ ഫോളോവേഴ്സ് തന്നെ തീരുമാനിക്കട്ടെ, അവർ കമന്റ് ചെയ്യട്ടെ. ഇതാ തേങ്ങൻ്റെ വലിപ്പാണിത്. ഇതാണ് നല്ല. ഇനി ഒരു കഷ്ണം ഞാൻ എടുത്തിട്ട് എനിക്ക് തരാം. എന്ന് തിന്നിട്ടൊന്ന് പറയും. ഇതാ കഷ്ണത്തിന്റെ കട്ടിനെ കാണുമ്പോ നമുക്ക് അറിയാലോ ഇളനീരിന്റെ അല്ലാതെ. അതെ, ഇതിവിടെ കിട്ടാനും കുറച്ച് പണിയുണ്ടാവും. ഇത് നല്ല ഇതാണ്, ഉറപ്പുള്ള തേങ്ങയാണ്. നമുക്ക് എണ്ണാട്ടനൊക്കെ യൂസ് ചെയ്ത് വെളിച്ചെണ്ണൊക്കെ പറ്റുന്നത്. അതാണ് ഇത്ര കിട്ടാത്ത കണ്ടിയില്ലേ. എന്നാ ഇതൊരു കഷ്ണം എടുക്കുക. അതാ
അതിൽ ഇങ്ങിയ ഭാഗം കാണിച്ചു കറുപ്പ് ഇവിടെ ആടാ ഗംഗാബോണ്ടത്തിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെ വരിക. ഇത് കടിച്ചു നോക്കാം വന്ന്. ഇത് ഉറപ്പുള്ള തേങ്ങയ്ക്ക് കടിച്ചാൽ ഉറപ്പുള്ള തേങ്ങയ്ക്ക് വെളിച്ചെണ്ണ ഉണ്ടാകുക ഉണ്ടാ ഉറപ്പുള്ള ഒരു അക്ർ എന്ന് പറഞ്ഞ അതന്നെ ഉണ്ടാ നല്ല മധുരം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇപ്പൊ ഇതിന്റെ ഡൂപ്ലി ഉണ്ട് കേട്ടോ, ഡൂപ്ലി ഉണ്ട്. അത് ഇളനീരിനെ പറ്റുള്ളൂ, തേങ്ങക്ക് പറ്റൂല. ഈ കനീരൊന്നല്ലോ പക്ക നമ്മളെ സാധാ നാടൻ തേങ്ങ. ഡൂപ്ലി ഗംഗാബോണ്ടം ഇതിനെക്കാട്ടും വലിപ്പം ഉണ്ടാവും, പക്ഷെ ഈ തിക്ക് കിട്ടൂല. ഈ കനം കട്ടി കിട്ടൂല, കഴമ്പിന് ഈ വലിപ്പം കിട്ടൂല ഉള്ളില്. അപ്പൊ ഇതിന്റെയൊക്കെ തൈകൾ നമ്മളെടുത്ത് ഞാൻ കാണിച്ചു തൈകളെ കാണിച്ചു തരാം. നമ്മൾ ഇതിമന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ഇപ്പൊ ഈ തേങ്ങ നമ്മളിവിടെ നിലത്തിട്ടിട്ട് ഇങ്ങനെ മുളച്ച് വരികയാണ്. നിലത്ത് ഇവിടെ കിടന്ന് മുളക്കുകയാണ്. ഇതാ ഇങ്ങോട്ട് നോക്ക്, ഇതാ ഇത് മുളച്ച് വരണാണിത്, കണ്ടില്ലേ? ഇതിങ്ങനെ കിടന്ന് മുളക്കുകയാണ്. ഇങ്ങോട്ട് വാങ്ങി ഈ തെങ്ങൊക്കെ അതാട്ടാ, ഈ തെങ്ങൊക്കെ അതാണ്. ഈ തെങ്ങൊക്കെ അതാ. ഇതൊക്കെ ഞങ്ങൾ തേങ്ങ ഡയറ്റ് കൊല ഇങ്ങനെ ഒടിഞ്ഞ് ചാടിയതാണ്. ഇങ്ങോട്ട് നോക്ക്, ഇതാ ഇത് കണ്ട. ഈ ഇതൊക്കെ ഇതേമാതിരി മുളപ്പിച്ചിട്ട് തേങ്ങ തയ്യാക്കിയിട്ടാണ് കൊടുക്കും. അത് ഗ്യാരണ്ടിയാണ്. അതിലിഞ്ഞിപ്പോൾ വേറൊരു എക്സ്ക്യൂസ് ഒരു ഇതുമില്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്നതല്ല. ഞങ്ങളിവിടെ 90% തൈകളും മിക്കതും ഞങ്ങളിവിടെ ബഡ്, ലെയർ, ഗ്രാഫ്റ്റ് ഒക്കെ പഴങ്ങളുടെ ആണെങ്കിൽ അത്, തേങ്ങയാണെങ്കിൽ ഞങ്ങൾ മുളപ്പിച്ച് കൊടുക്കും. ബഡ് മുരിങ്ങയാണെങ്കിൽ ഇതേമാതിരി ഇതാ, ബഡ് മുരിങ്ങയാണെങ്കിൽ ഇവിടെ ബഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യം പറയാം. കാരണം നമ്മൾ വേറെ എവിടുന്നെങ്കിലും കടകളിൽ നിന്ന് കുറേ വാങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യണതല്ല കൂടുതലുള്ളത്.